രാഘവ് ജദ രാജ്യം ചർച്ച ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഇന്നലെ വരെ. കാരണം നമുക്കറിയാം, രാജ്യസഭയിലൊക്കെ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ളത്. എന്നാൽ AAP പാർട്ടിയിൽ നിന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം BJP-യിലേക്ക് ചാടിപ്പോയി. അതോടുകൂടി BJP-യിലേക്ക് ചാടി മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും മില്യൺസിലേറെ, അതായത് 10 ലക്ഷത്തിലേറെ അൺഫോളോ ചെയ്ത് ആളുകൾ പോയി. ആളുകളല്ല, ജെൻസി കുട്ടികൾ. അവരെയാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഇപ്പൊ വോട്ടവകാശം കിട്ടിയിട്ടുള്ള വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ജെൻസി കുട്ടികൾ, അവരാണ് അദ്ദേഹത്തെ അൺഫോളോ ചെയ്ത് പോയത്. ഒപ്പം തന്നെ ഫേസ്ബുക്കിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് നഷ്ടമാണ് ഈ രാഘവ് ജദയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. കാര്യമൊക്കെ ശരി തന്നെയാണ്, ആളുകൾ നല്ലത് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ അദ്ദേഹം കാണിച്ച പരിപാടിക്ക്, അത് AAP-യുടെ ആരോപണം പറയുന്നത് കുതിര കച്ചവടത്തിലൂടെ അയാൾ BJP-യിലേക്ക് പോയെന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ 7 അഭിമാനമാണ് പോയിരിക്കുന്നത്. ഒരു കാര്യം ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കണമല്ലോ. അതായത് ഒരു പാർട്ടിയിൽ നിന്നും ജയിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ AAP പാർട്ടിയിൽ നിന്നും രാഘവ് ജദയെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിപ്പിക്കുമ്പോൾ അവിടെ വോട്ട് ചെയ്യുന്ന ആരാണ്? AAP പാർട്ടിയുടെ അടിസ്ഥാന തത്വത്തിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിഷ്പക്ഷ വോട്ടുകളും പാർട്ടി വോട്ടുകളുമാണ് ഒരാൾ ജയിപ്പിക്കുന്നത്. ആ വോട്ട് ചെയ്ത ജനങ്ങളെയും ആ സംസ്ഥാനത്തെയും ആ പാർട്ടിയും വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു ശത്രു പാർട്ടിയിലേക്ക് പോകുമ്പോൾ എന്തുമാത്രം എഫക്ട് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് തന്നെയല്ലേ രാഘവ് ജദ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്നത്. ഇത് ചിന്തിക്കാനുള്ള കഴിവും ബുദ്ധിയും ഒക്കെ ഇപ്പോഴത്തെ ജെൻസി കുട്ടികൾക്കുണ്ട്. ഇപ്പോഴത്തെ ജെൻസി കുട്ടികൾ എന്ന് പറയുന്നത് നാളത്തെ ഇന്ത്യയുടെ, നാളത്തെ ലോകത്തിന്റെ നിയന്ത്രിക്കുന്നവരാണ്. അവരാണ് ഇനി നിയന്ത്രിക്കാൻ പോകുന്നത്. അവർക്കറിയാം, അവർക്ക് നോളജ് ഉണ്ട്. കുറച്ചാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന, ഇപ്പോഴും കുറച്ചാളുകൾക്ക് തലയ്ക്കകത്ത് ബ്രെയിന് പകരം മറ്റു ചില സാധനങ്ങളാണുള്ളത്. നമുക്കറിയാലോ അവരാരൊക്കെ എന്നുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ബുദ്ധിയും ചിന്തിക്കാനുള്ള കഴിവുള്ളവരാണ്. അതുകൊണ്ടാണ് BJP-യിലേക്ക് പോയ രാഘവ് ജദ ഉൾപ്പെടെയുള്ള ആളുകളെ അൺഫോളോ ചെയ്ത് അവർ ഒഴിവാക്കി വിടുന്നത്. ഇനിയിപ്പോ അടുത്തൊരു ടാസ്ക് കൂടിയുണ്ട്. AAP ഓൾറെഡി കേസ് കൊടുത്തു കഴിഞ്ഞു. കൂറുമാറ്റ നിരോധന നിയമം, കുതിര കച്ചവടം എന്ന പേരിൽ അവർ ഓൾറെഡി കേസ് കൊടുത്തു കഴിഞ്ഞു. ഈ കേസ് വരുമ്പോൾ MP സ്ഥാനം അവർക്ക് നഷ്ടപ്പെടും. വീണ്ടും ബൈ ഇലക്ഷൻ വരും. ബൈ ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരൊക്കെയാണ് ഇവർ വോട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാവും. എങ്ങനെ? ഈ ഒരു AAP പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളുകൾ, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ മറ്റൊരു ശത്രു പാർട്ടിയിലേക്ക് ചാടിപ്പോയ ആളുകളെ എങ്ങനെയാണ് അവിടെയുള്ള ഇപ്പൊ വോട്ട് ചെയ്ത ആളുകൾ, അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്ത ആളുകൾ നേരിടാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം ആളുകളുടെ പ്രതീക്ഷയെ, ആളുകളുടെ അവര് ഈ വോട്ടെന്ന് പറയുന്ന സാധനം വിശ്വസിച്ച് കൊടുക്കുന്നതല്ലേ. നമ്മുടെ പാർട്ടിയിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ നല്ലത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് പറയുന്ന ഒരു സംഭവമല്ലേ. അതിനെ, ആ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കുതിര കച്ചവടത്തിനും മറ്റു കാര്യങ്ങളുടെയും ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു ശത്രു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അടുത്ത ഇലക്ഷനിൽ, ഇനി വരാൻ പോണ ബൈ ഇലക്ഷൻ മത്സരിക്കില്ലെന്ന് നമുക്കറിയില്ല, മത്സരിച്ചാൽ ഏത് രീതിയിൽ ജനങ്ങൾ ഇവരൊക്കെ വോട്ടിലൂടെ കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നെ ഒരു കാര്യം കൂടി, ജെൻസി കുട്ടികളെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അവർ ബുദ്ധിയും വിവരമുള്ളവരാണ്. അതുകൊണ്ടാണ് BJP-യിലേക്ക് ചാടിപ്പോയ ഈ മനുഷ്യനെ മണിക്കൂറുകൾ കൊണ്ട് ലക്ഷക്കണക്കിന് അൺഫോളോസ് വന്നതും അയാളെ ഒഴിവാക്കി ഈ ജെൻസി കുട്ടികൾ ആളുകളൊക്കെ പോകുന്നതും. അപ്പൊ കാര്യം പിടികിട്ടിയ സൂക്ഷിച്ചോ.